കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റിരിക്കുന്നു. ഡോക്ടർ സനൂപിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരുടെ പിതാവാണ് ആക്രമിച്ചത്. ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബെൻസൺ ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ബെൻസൺ, എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ? അല്പസമയം മുമ്പാണ് നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് വെട്ടേറ്റിട്ടുള്ളത്. ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. ഇതിന്റെ കാരണമായി പറയുന്നത്, ഈ ആക്രമണത്തിന്റെ കാരണമായി പറയുന്നത്, ഈ അക്രമി അത് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള സനൂപാണ് ഡോക്ടറെ ആക്രമിച്ചത്. സനൂപിന്റെ മകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. അന്ന് ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് അന്ന് കണ്ടെത്താൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കടുത്ത പനിയെ തുടർന്നായിരുന്നു ഈ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് പനി മൂർജിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ രോഗം സ്ഥിരീകരിക്കുമ്പോഴേക്കും ഈ കുട്ടി മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടന്നിട്ടുള്ളത്. സമയം മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും വാൾ ഉപയോഗിച്ച് ഡോക്ടറെ വെട്ടുകയുമായിരുന്നു. ഡോക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറുടെ തലയ്ക്കും അതോടൊപ്പം ശരീരത്തിലും വെട്ടേറ്റിട്ടുണ്ട്. ഇയാളെ ഉടൻ തന്നെ അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളും ചേർന്ന് പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അവിടെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടറുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കാണോ എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ആശുപത്രിയിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണത്തിന് കാരണമായി പറയുന്നത്, ഈ കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിക്ക് പ്രാഥമികമായും കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാൻ താലൂക്ക് ആശുപത്രിക്ക് സാധിച്ചില്ല. ഈ ഡോക്ടറായിരുന്നു കുട്ടിയെ ചികിത്സിച്ചത് എന്നും ഈ പിതാവ് ആരോപിക്കുന്നുണ്ട്. അതിൽ ഈ കുട്ടി മരിച്ചതിലുള്ള വിഷമമാണ്, അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായി തങ്ങൾക്ക് കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പിതാവ് തന്നെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടി മരിച്ചതിന് ശേഷവും ഇത്തരത്തിൽ ഈ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. കൃത്യമായിട്ടും രോഗം സ്ഥിരീകരിക്കാൻ, രോഗം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ രോഗം കണ്ടെത്താൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർക്ക് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നു വന്നതായിരുന്നു. ഈ കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരുന്നതായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ഈ കുട്ടിയുടെ പിതാവ് പോയിട്ടുള്ളത്. 9 വയസ്സുകാരിയായിരുന്നു മരിച്ച പെൺകുട്ടി. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായും ഈ രോഗം സ്ഥിരീകരിക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പനി കൂടുന്ന ഒരു സാഹചര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പനിക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് അന്ന് പ്രാഥമിക ഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യുകയും അവിടെ തുടർ ചികിത്സ നടത്തുകയും ചികിത്സയ്ക്കിടയിൽ ഈ കുട്ടി മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഈ കുട്ടി മരിക്കാൻ കാരണമെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ കുട്ടിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ചികിത്സയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബം ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ചികിത്സാ പിഴവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രോഗനിർണയം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം ഇവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് നിയമ നടപടികളിലേക്ക് ഒന്നും തന്നെ പോയിരുന്നില്ല. അന്ന് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ആശുപത്രി അന്ന് ഇതിൻ്റെ അവരുടെ ഒരു വ്യക്തത വരുത്തിയിരുന്നത്, രോഗം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിക്കാൻ തങ്ങൾക്ക് അന്ന് സാധിച്ചില്ല. അത് പനി മൂർജിച്ചു. തുടർന്ന് കൃത്യമായിട്ടുള്ള ചികിത്സ തങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നൽകാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ചികിത്സ തങ്ങൾ നൽകി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു എന്നായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന വിശദീകരണം. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളിലേക്കൊന്നും കുടുംബം കടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണവുമായി ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും ബെൻസൺ, എന്താണെങ്കിലും വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് താമരശ്ശേരിയിൽ നിന്നും വരുന്നത്. ആശുപത്രിയിൽ ഡോക്ടറെ കയറി വെട്ടുക എന്ന് പറയുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതും ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം തന്നെ ഈ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.